അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 6ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമലിൻ സ്വാലിഹുൻ, ഒരു സൽക്കർമ്മം. അപ്പോൾ കുട്ടികളെല്ലാവരും പുസ്തകം മുന്നിൽ തന്നെ തുറന്നു പിടിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുക. എന്നാലുള്ളൂ നല്ല രീതിയിൽ അർത്ഥങ്ങൾ എഴുതിയെടുക്കാനും പറഞ്ഞു തരുന്നത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലുള്ളൂ ഞാൻ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം. ഖറജ ഫുആദുൻ, ഫുആദ് പുറപ്പെട്ടു. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ബിഹഖീബത്തിഹി, അവൻ്റെ ബാഗെടുത്ത്. അപ്പോൾ ഖറജ ഫുആദുൻ, ഫുആദ് പുറപ്പെട്ടു. ഇലൽ മദ്രസത്തി ബിഹഖീബത്തിഹി, ഫുആദ് തൻ്റെ ബാഗെടുത്ത് മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ നോട്ട് ബുക്കിൽ ഖറജ എന്ന് എഴുതി അറബി മലയാളത്തിൽ പുറപ്പെട്ടു എന്ന് എഴുതുക. ഉസ്താദ് എടുത്തുന്ന പാഠഭാഗത്തിലെ എല്ലാ ഭാഗവും ധാരാളം വാക്കുകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നോട്ട് ബുക്കിൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. അതുപോലെ ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്, അതെല്ലാവർക്കും അറിയാം. ഖറജ ഫുആദുൻ ഇലൽ മദ്രസത്തി ബിഹഖീബത്തിഹി, ഫുആദ് അവൻ്റെ ബാഗെടുത്ത് മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഫീഹ കുതുബുൻ വഖലമുൻ, ഫീഹ അതിലുണ്ട്, അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ബാഗിലുണ്ട്. കുതുബുൻ വഖലമുൻ, ഫീഹ കുതുബുൻ വഖലമുൻ, അതിൽ പുസ്തകങ്ങളും പേനകളുമുണ്ട്. കുതുബുൻ എന്നത് ബഹുവചനമാണ്. അതിൻ്റെ ഏകവചനം കിതാബുൻ എന്നാണ്. അത് ശ്രദ്ധിക്കണം. കിതാബുൻ എന്നത് ഏകവചനമാണ്. കുതുബുൻ എന്നത് ബഹുവചനമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബ്, കുതുബ് എന്ന് പറഞ്ഞാൽ ധാരാളം കിതാബുകൾ. അതുപോലെ കലമുൻ വഖലമുൻ, പേനകളുമുണ്ട്. വറഅ ഫി ത്വരീഖത്തി റജുലൻ അഅമ, വറഅ അവൻ കണ്ടു. ഫി ത്വരീഖത്തി വഴിയിൽ. റജുലൻ അഅമ കുരുടനായ മനുഷ്യനെ, കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യനെ റോട്ടിൽ വെച്ച് കാണുകയാണ്. ആര്? ഫുആദ്. ഫുആദ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു അഅമയായ, ഒരു അന്ധനായ ഒരു ആളെ വഴിയിൽ വെച്ച് കാണുകയാണ്. വറഅ ഫി ത്വരീഖി റജുലൻ അഅമ, വഴിയിൽ വെച്ച് അന്ധനായ ഒരാളെ അവൻ കണ്ടു. യഖൂമു ബിജാനിബി, ഇവിടെ വറഅ എന്നുള്ളത് എഴുതിക്കൊള്ളു, വാന്നുള്ളല്ല, റഅ കണ്ടു. അതുപോലെ ത്വരീഖുൻ വഴി, പിന്നെ അഅമ അന്ധൻ. ഇനി
യഖൂമു ബിജാനിബി ശാരിഇ ഹസീനൻ. യഖൂമു ബിജാനിബി അദ്ദേഹം നിൽക്കുന്നു, ബിജാനിബി ശാരിഇ റോഡിൻ്റെ അരികിൽ. റോഡ് അരികിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഹസീനൻ ദുഃഖിതനായിട്ട്, ദുഃഖിച്ചുകൊണ്ട് അദ്ദേഹം റോഡിൻ്റെ അരികിൽ നിൽക്കുന്നു. യഖൂം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. ബിജാനിബി എന്ന് പറഞ്ഞാൽ അരികിൽ, അടുത്ത്, അരികിൽ എന്നൊക്കെ പറയാം. അശാരി പറഞ്ഞാൽ റോഡ്. ഹസീനൻ ദുഃഖിതനായിട്ട്. യഖൂമു ബിജാനിബി ശാരിഇ ഹസീനൻ റോഡരികിൽ ദുഃഖിച്ചു നിൽക്കുന്നു. ഫസഅല ഫുആദുൻ ഇത് ഫുആദ് കാണാണ്. അപ്പോൾ സഅല ചോദിച്ചു. ഫസഅല അപ്പോൾ ഫുആദ് ചോദിച്ചു. യാ അഖീ സഹോദരാ, ലിമാദാ തഖൂമു ഹുനാ നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആ വഴിയിലരികിൽ നിൽക്കുന്ന അന്ധനോട് ഫുആദ് ചോദിക്കുകയാണ്. യാ അഖീ സഹോദരാ, ലിമാദാ എന്തിനു വേണ്ടിയാണ്, തഖൂമു ഹുനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ലിമാദാ എന്തിനു വേണ്ടിയാണ്, അതർത്ഥം എഴുതി വെക്കുക. അതുപോലെ ഹുനാ ഇവിടെ. ഇനി ഫഖാല അദ്ദേഹം പറഞ്ഞു. ആര്? അന്ധനായ ആ മനുഷ്യൻ പറഞ്ഞു. യാ ബുനയ്യ എൻ്റെ കുഞ്ഞു മോനെ, ഉരീദു അൻ അഖ്തഅ ശാരിഅ ഞാൻ റോഡ് മുറിച്ചു കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഉരീദു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അഖ്തഅ മുറിച്ചു കടക്കാൻ, അശാരിഅ റോഡ്. അദ്ദേഹം പറയാണ് ഫഖാല യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അഖ്തഅ ശാരിഅ റോഡ് മുറിച്ചു കടക്കാൻ. അപ്പോൾ വലാക്കിൻ മൻ യുസാഇദുനി അദ്ദേഹം പറഞ്ഞു, പക്ഷേ എന്നെ ആര് സഹായിക്കും? വലാക്കിൻ പക്ഷേ എഴുതി വെക്കുക. മൻ യുസാഇദുനി മൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആര്. യുസാഇദുനി എന്നെ സഹായിക്കും. മൻ യുസാഇദുനി ആരെന്നെ സഹായിക്കും? ഫഖാല ഫുആദുൻ അപ്പോൾ ഫുആദ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ലാ തഹ്സൻ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഇന്നി ഉസാഇദുക ഞാൻ നിങ്ങളെ സഹായിക്കാം. ലാ തഹ്സൻ ദുഃഖിക്കേണ്ടതില്ല. എഴുതി വെക്കുക. ലാ തഹ്സൻ ദുഃഖിക്കേണ്ടതില്ല. ഇന്നി ഉസാഇദുക ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ അഖദ ബിയദിഹി അവൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. ബിയദിഹി എന്ന് പറഞ്ഞാൽ ഹി എന്നത് ആ അഴമയാണ്, അതായത് ആ അന്ധനാണ്, ആ കണ്ണ് കാണാത്ത മനുഷ്യൻ. ബിയദിഹി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. വ അഖദ ബിയദിഹി വ ഖതഅ അശ്ശാരിഅ ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു കടക്കുക. വ ഖതഅ അവർ രണ്ടുപേരും മുറിച്ചു കടന്നു. അശ്ശാരിഅ റോഡ്. വ അഖദ ബിയദിഹി വൃദ്ധൻ്റെ കൈ പിടിച്ചു. വ ഖതഅ അശ്ശാരിഅ രണ്ടുപേരും കൂടി റോഡ് മുറിച്ചു കടന്നു. ഫശകറ ലഹു
അൽ അഅമ. അപ്പോൾ അന്ധൻ അവനോട് നന്ദി പ്രകടിപ്പിച്ചു. ഫശക്കറ, അപ്പോൾ നന്ദി കാണിച്ചു, ലഹു, അവനോട്, അൽ അഅമ, അന്ധനായ മനുഷ്യൻ അവനോട് നന്ദി പ്രകടിപ്പിച്ചു. വസഅല അൻ ബൈതിഹി, വസഅല ചോദിച്ചു, അൻ ബൈതിഹി, വസഅല അൻ ബൈതിഹി വഅൻ ഉസ്റതിഹി വഅൻ മദ്രസതിഹി, അവൻ്റെ വീട്, കുടുംബം, മദ്രസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചറിയുകയും ചെയ്തു. വസഅല ചോദിച്ചു, അൻ ബൈതിഹി വീടിനെക്കുറിച്ചും, വഅൻ ഉസ്റതിഹി അവൻ്റെ കുടുംബത്തെക്കുറിച്ചും, വഅൻ മദ്രസതിഹി അവൻ്റെ മദ്രസയെക്കുറിച്ചും. ഇവിടെ ശ്രദ്ധിക്കണം, ബൈതിഹി, ഉസ്റതിഹി, മദ്രസതിഹി, ഇവിടെ 3 ഭാഗത്തും ഹി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവൻ്റെ വീട്, അവൻ്റെ കുടുംബം, അവൻ്റെ മദ്രസ. അങ്ങനെ പറയുമ്പോൾ ഫുആദിൻ്റെ വീട്, ഫുആദിൻ്റെ കുടുംബം, അതുപോലെ ഫുആദിൻ്റെ മദ്രസ, അതിനു വേണ്ടിയാണ് ലമീർ അവിടെ കൊടുത്തിട്ടുള്ളത്. വസഅല ചോദിച്ചു, അൻ ബൈതിഹി വഅൻ ഉസ്റതിഹി വഅൻ മദ്രസതിഹി അവൻ്റെ വീട്, കുടുംബം, മദ്രസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചറിയുകയും ചെയ്തു. ഇനി ഫഅജാബ, അപ്പം അവൻ മറുപടി പറയാണ്. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഫുആദ് പറഞ്ഞു. ഫഅജാബ ഫഖാല ഫുആദുൻ, മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഫുആദ് പറയുകയാണ്, വല്ലാഹു യഹ്ഫളുക വസലാമു അലൈക്കും, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ആരാ പറയുന്നത്? ഫുആദ്. വഖാലൽ അഅമ, അപ്പോൾ ആ കുരുടനായ മനുഷ്യൻ, ആ അന്ധനായ മനുഷ്യൻ പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി ജസാക്കല്ലാഹു ഖൈറ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണയും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. അങ്ങനെ പാഠഭാഗത്തെ എല്ലാ അർത്ഥവും നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ കുറേ വാക്കുകൾ എഴുതാനുണ്ട്. നോട്ട് ബുക്ക് എടുത്ത് എഴുതുക. റഅ കണ്ടു, ത്വരീഖുൻ വഴി, അഅമ അന്ധൻ, ഹസീനുൻ ദുഃഖിതൻ, ഹുനാ ഇവിടെ, ശക്കറ നന്ദി പ്രകടിപ്പിച്ചു, അഖദ പിടിച്ചു, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, ഉസ്റത്തുൻ കുടുംബം, അജാബ മറുപടി പറഞ്ഞു, ഹഫിള രക്ഷിച്ചു, ഖത്വഅ മുറിച്ചു, സഅദ സഹായിച്ചു, ലാ തഹ്സൻ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വല്ലാഹു യഹ്ഫളുക അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. ഹുസ്നുൻ ദുഃഖം, ഷാരിഅ എന്ന് പറഞ്ഞാൽ റോഡ്. ഇനി ഇതിൽ
ഇനി നമുക്ക് പാഠഭാഗത്തിലെ ബഹുവചനം അതുപോലെ ഏകവചനം, നമ്മൾ കുറേ ബഹുവചനവും ഏകവചനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് കിതാബുൻ. കുത്തുബുൻ എന്നായിരുന്നു പാഠത്തിൽ കണ്ടത്. അതിൻ്റെ ഏകവചനം കിതാബുൻ. കിതാബുൻ ജമ്മ് കുത്തുബുൻ. കിതാബുൻ എന്നുള്ളത് മുഫ്രദാണ്, ഏകവചനമാണ്. അൽ ജംഉ ജം ആയത് കുത്തുബിൻ എന്നാണ്. കിതാബ് മുഫ്രദ്, കുത്തുബുൻ എന്നത് ജം. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബ്, കുത്തുബുൻ എന്ന് പറഞ്ഞാൽ ധാരാളം കിതാബുകൾ. അതുപോലെ ഖലമുൻ പേന, ധാരാളം പേനകൾക്ക് അഖ്ലാമുൻ. ഖലമുൻ ജംഅ് അഖ്ലാമുൻ. ഖലമുൻ എന്നത് മുഫ്രദ്, അഖ്ലാമുൻ എന്നത് ജംഅ്. ഇനി ത്വരീഖുൻ വഴി, അതിൻ്റെ ജംഅ് തുറുഖുൻ വഴികൾ. ത്വരീഖുൻ ജംഅ് തുറുഖുൻ. ത്വരീഖുൻ എന്നതിൻ്റെ ജംഅ് ബഹുവചനം തുറുഖ്. ഇനി നമുക്ക് നഖ്റഉ തദ്രീബാത്തിൽ കാണാം. നഖ്റഉ നമുക്ക് വായിക്കാം. ഹഫിള യഹ്ഫളു ഹിഫ്ളുൻ. ജസാ യജ്സി ജസാഉൻ. അഖ്തഅ യുഖ്തിഉ അഖ്തഉ. സാഅദ യുസാഇദു ഉസാഇദു. ശകറ യഷ്കുർ ശുക്റുൻ. ഇനി അത്തദ്രീബാതു പരിശീലനങ്ങൾ. താഴെ ധാരാളം വരികൾ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് കതബദ്ദാരിസു ബിൽ ഖലമി. കതബ എന്ന് പറഞ്ഞാൽ എഴുതി, അദ്ദാരിസു വിദ്യാർത്ഥി. ഇനി അത് പെണ്ണാണെന്നെങ്കിൽ എങ്ങനെ പറയാം? ദാരിസത്തുൻ. ദാരിസു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, അത് ആൺകുട്ടിയാണ്. ദാരിസത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. അപ്പോൾ കതബ അദ്ദാരിസു ബിൽ ഖലമി, പേന കൊണ്ട് വിദ്യാർത്ഥി എഴുതി. വിദ്യാർത്ഥി പേന കൊണ്ട് എഴുതി. ഇനി അത് വിദ്യാർത്ഥിനി എന്നാക്കിയാൽ എങ്ങനെ വായിക്കുക നോക്കാം. കതബ എന്നുള്ളിടത്ത് കതബത്ത്, പെണ്ണാവുമ്പോൾ കതബത്ത്. കതബത്ത് അദ്ദാരിസത്തു ബിൽ ഖലമി, വിദ്യാർത്ഥിനി പേന കൊണ്ട് എഴുതി. ഇനി അടുത്തത് ലഅബ അൽ വലദു ബിൽ ഖുറതി ബിൽ ഖുറതി. ലഅബൽ വലദു ബിൽ ഖുറതി, കുട്ടി പന്ത് കൊണ്ട് കളിച്ചു. ഇനി അത് പെൺകുട്ടി പന്ത് കൊണ്ട് കളിച്ചു എന്ന് ആക്കണം. അത് എങ്ങനെയാണ് നമുക്ക് ആക്കാം നോക്കാം. ലഅബ എന്നുള്ളിടത്ത് ലഅബത്ത്, സ്ത്രീകളാകുമ്പോൾ ലഅബത്ത്. നമ്മൾ മുൻപ് പറഞ്ഞു കതബത്ത് അവൾ എഴുതി. അതുപോലെ ലഅബത്ത് അവൾ കളിച്ചു. ലഅബത്ത് അൽ വലദത്തു ബിൽ ഖുറതി,
പെൺകുട്ടി പന്ത് കൊണ്ട് കളിച്ചു. ഇനി അതിൻ്റെ താഴെ നബത്തൽ ഉഷ്ബു ഫിൽ അർളി, ഭൂമിയിൽ പുല്ല് മുളച്ചു. നബത്ത പറഞ്ഞാൽ മുളച്ചു. അൽ ഉഷ്ബു പുല്ല്, ഫിൽ അർളി ഭൂമിയിൽ. അവിടെ ഫി എന്ന് കാണുന്ന ഒരു ഹറഫ് കണ്ടില്ലേ, അതിന് സ്വയം അർത്ഥമില്ല. മറ്റൊരു വാക്ക് കൂടുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. ഫിൽ അർളി ഭൂമിയിൽ, ഫിൽ മദ്രസത്തി മദ്രസയിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ, ഫിൽ ബൈത്തി വീട്ടിൽ. അപ്പോൾ ഇൽ എന്ന ആ ഒരു ഉച്ചാരണത്തിൽ വരുന്നതാണ് ഫീയുടെ അർത്ഥം. അതൊരു വാക്ക് കൂടുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ ഫിൽ അർളി ഭൂമിയിൽ, നബത്തൽ ഉഷ്ബു പുല്ല് മുളച്ചു, ഫിൽ അർളി ഭൂമിയിൽ, ഭൂമിയിൽ പുല്ല് മുളച്ചു. ഇനി അടുത്തത് ഹറബത്ത് തുഫ്ലു അനിൽ കൽബി. ഹറബത്ത് തുഫ്ലു കുട്ടി പേടിച്ചോടി, അനിൽ കൽബി നായയെ തൊട്ട്. ഹറബത്ത് തുഫ്ലു അനിൽ കൽബി കുട്ടി നായയെ പേടിച്ചോടി. ഹറബ എന്നത് പേടിച്ചോടി. അനിൽ കൽബി കൽബിനെ തൊട്ട്, അതായത് നായയെ തൊട്ട്. സഅലൽ ഉസ്താദു ഉസ്താദ് ചോദിച്ചു, ഫുആദൻ ഫുആദിനോട് ചോദിച്ചു, അനിൽ ജദ്ദി വെല്ലിപ്പാനെ പറ്റി. സഅലൽ ഉസ്താദു ഫുആദൻ അനിൽ ജദ്ദി ഉസ്താദ് വല്ലിപ്പയെ പറ്റി ഫുആദിനോട് ചോദിച്ചു. മക്കത്തുൽ മുകറമത്തു ബഈദുൻ അൻ കാലിക്കൂത്ത. മക്കത്തു മുക്കറമ കോഴിക്കോട് നിന്ന് വളരെ ദൂരമാണ്. മക്കത്തുൽ മുകറമത്തു ബഈദുൻ അൻ കാലിക്കൂത്ത. മക്കത്തുൽ മുകറമ കോഴിക്കോട് നിന്ന് വളരെ ദൂരമാണ്. ബഈദുൻ എന്നത് വളരെ ദൂരമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. കാലിക്കൂത്ത എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മക്കത്തുൽ മുകറമ പറഞ്ഞാൽ മക്കത്തുൽ മുകറമ തന്നെ. ഇനി അടുത്തത് നുലാഹിളു വനദ്കുറു, നമുക്ക് ശ്രദ്ധയോടെ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ തദ്രീബാത്തിൽ ഉണ്ടായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ അഭയം പ്രാപിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഇനി അതിൻ്റെ താഴെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. ഈ ദിക്ർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോൾ? അതെ, ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുവേ, ആൺപിശാചിൽ നിന്നും പെൺപിശാചുകളിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. പെൺപിശാചിൽ നിന്നും ആൺപിശാചിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇനി അടുത്തത് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദ വആഫാനി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിക്ർ
ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്റാണ്. ഇതെല്ലാവരും കാണാതെ പഠിക്കണം. പരീക്ഷകൾക്ക് പൂരിപ്പിക്കാൻ വരുന്ന ദിക്റുകളാണ്. ഇതിൻ്റെ അർത്ഥം, എന്നിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അകറ്റി എന്നെ സുഗമമാക്കിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എന്നിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അകറ്റി സുഗമമാക്കിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ കാണാതെ ഈ ദിക്ർ രണ്ടും പഠിക്കണം. ഇനി അടുത്തത്, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു. വറളു അൻഹു, അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു. അവർ തിരിച്ച് അള്ളാഹുവിനോടും തൃപ്തിപ്പെട്ടു. വഫിസ്സമായി റിസുഖുക്കും. വഫിസ്സമായി, ആകാശത്തിലാണ്, റിസുഖുക്കും, നിങ്ങളുടെ ഭക്ഷണം. ആകാശത്തിലാണ് നിങ്ങളുടെ ഭക്ഷണം. വഫിസ്സമായി, ആകാശത്തിൽ. ഇനി അടുത്തത്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. തങ്ങളുടെ നിസ്കാരത്തെപ്പറ്റി അശ്രദ്ധയായവർ. അല്ലദീന, ഒരുത്തര്, ഹും അൻ സ്വലാത്തിഹിം, അവരുടെ സ്വലാത്തിനെ തൊട്ട് അവർ, സാഹൂൻ, അശ്രദ്ധയായവർ. തങ്ങളുടെ നിസ്കാരത്തെപ്പറ്റി അശ്രദ്ധയായവർ. ഇനി അടുത്തത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. തൻ്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇനി അടുത്തത്, നംല ഉൽ ഫറാഗ, വിട്ട ഭാഗം നമുക്ക് നിറക്കാം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബി അൻ ഫി. ഈ ഹർഫുകളൊക്കെ ഒരു വാക്കിനോട് ചേരുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുക. നമുക്ക് ഇവിടെ കാണാം, ഡാഷ് അൽ ബിഇരി മാഉ കസീറുൻ. അൽ ബിഇരി മാഉൻ കസീറുൻ. അപ്പോൾ ഇവിടെ കിണറ്റിൽ എന്നാണ് വരേണ്ടത്. ഫിൽ ബിഇരി മാഉൻ കസീറുൻ, കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. ഫിൽ ബഇരി, കിണറ്റിൽ. മാ എന്നുള്ളത് നിങ്ങൾക്കറിയാം. കസീർ എന്നുള്ള വാക്കും പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, ഇഹ്ദർ ഡാഷ് അൽ കദിബി. ഇഹ്ദർ, സൂക്ഷിക്കുക, നീ സൂക്ഷിക്കുക. ഡാഷ് അൽ കദിബി, കളവിനെ. അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അൻ എന്ന വാക്കാണ് അവിടെ വിട്ടുപോയത്. ഇഹ്ദർ അനിൽ കദിബി, കളവിനെ തൊട്ട് നീ സൂക്ഷിക്കുക. ഇനി അതിൻ്റെ താഴെ, കതബത്തിൽ ബിന്തു ഡാഷ് അൽ മിർസമി. കതബത്തിൽ ബിന്തു ഫിൽ മിർസമി, പെൺകുട്ടി നോട്ട് പുസ്തകത്തിൽ എഴുതി. കതബത്തിൽ ബിന്തു, പെൺകുട്ടി എഴുതി. ഫിൽ മിർസമി, നോട്ട് ബുക്കിൽ. ഇനി അടുത്തത്, സഅലത്തിൽ ഉമ്മു, ഉമ്മ ചോദിച്ചു. ഡാഷ്
صديقي